ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പെപ്പർ ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഒരുപാട് മസാലകൾ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനത്തെ മസാലകളൊന്നും ഇല്ലാതെ നല്ല അടിപൊളി ടേസ്റ്റിൽ നമ്മുടെ ശരീരത്തിന് ഒരു കേടും സംഭവിക്കാത്ത വിധത്തിലുള്ള ഒരു കറി നമുക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. വളരെ എളുപ്പമാണ് ഇത് ഉണ്ടാക്കാനായിട്ട്, അതുപോലെ അപാര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ആദ്യം ഞാനിവിടെ ഒരു 3 സബോള ചെറുതാക്കി കഷ്ണാക്കിയിട്ട് വഴറ്റാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. ഞാനിന്ന് വിറകടുപ്പിലാണ് ചെയ്തെടുക്കുന്നത് കേട്ടോ. ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും ഇതിൻ്റെ വരുമ്പോൾ. നമുക്ക് ഒരു 2 തക്കാളി ചേർത്ത് കൊടുക്കാം. ചെറിയ തക്കാളിയാണിത്. നിങ്ങൾ പൊളിക്ക് ആവശ്യത്തിനുള്ള തക്കാളി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി ഒന്ന് മൂടി വെച്ചിട്ട് ഈ തക്കാളിയൊക്കെ നന്നായി വേവുന്ന വിധത്തിൽ നമ്മളൊന്ന് മൂടി വെച്ച് വേവിക്കുക കേട്ടോ. അപ്പം നമ്മളിതാ ഇത് അടച്ച് വെച്ച് വേവിക്കുകയാണ്. വിറകടുപ്പായ കാരണം ഒന്നും കൂടിയും ടേസ്റ്റ് വരും കേട്ടോ. വിറകടുപ്പിൽ ചെയ്തെടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആണല്ലോ. അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഉള്ളിയൊക്കെ അടിപൊളിയായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു 1.5 ടീസ്പൂണൊക്കെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ ആദ്യം തന്നെ ഈ ചിക്കൻ മഞ്ഞൾപ്പൊടി ഉപ്പിട്ടിട്ട് കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ വെക്കുകയാണെങ്കിൽ ചിക്കനൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് സോഫ്റ്റായിട്ട് അതുപോലെ തന്നെ ഉപ്പൊക്കെ നന്നായിട്ട് പിടിക്കും. അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ള മഞ്ഞൾപ്പൊടിയാണ് ഞാൻ അവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഒരു ടീസ്പൂണൊക്കെ ചേർത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ആദ്യം ചിക്കനിലും പുരട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ആവശ്യത്തിന് ഗരം മസാല ചേർത്ത് കൊടുക്കാം. അത്യാവശ്യം ഒരു സ്മെല്ല് കിട്ടാനുള്ള ഒരു ഗരം മസാലപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ കുരുമുളക് പൊടി ഒരു 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് അധികം എരിവില്ലാത്തതാണ്, കുട്ടികൾക്കായ കാരണം അധികം എരിവ് ഞാൻ ഇടുന്നില്ല. നിങ്ങൾക്ക് എരിവിന് ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി ഇടാം കേട്ടോ. നന്നായിട്ടൊന്ന് വഴറ്റി ഈ ഓയിലും എല്ലാം കൂടിയിട്ട് സബോളയിൽ എല്ലാത്തിലും ഇത് നന്നായിട്ട് പിടിക്കണം. അതുപോലെ തന്നെ ഒരു പച്ചമണമൊന്ന് മാറിക്കിട്ടും വേണം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇതിലേക്ക് നമ്മൾ നേരത്തെ മഞ്ഞൾപ്പൊടിയും ഉപ്പും തേച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് അടച്ച് വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാൻ. കുറച്ച് കൂടുതൽ വെള്ളം തന്നെ വെക്കണം കേട്ടോ. കാരണം ഇത് നമ്മൾ അടുപ്പത്ത് പതുക്കെ ഇരുന്നിട്ട് വേവേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം വെന്ത് കിട്ടണം. നന്നായിട്ട് അടച്ച് വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം വെള്ളം ഇതിൽ ചേർത്ത് കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ ചിക്കൻ വെന്ത് കിട്ടില്ല, അടി കരിയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിവിടെ അത്യാവശ്യത്തിൻ്റെ മേലെ നിൽക്കുന്ന രീതിയിൽ ഞാൻ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഈ മസാലകളൊക്കെ നന്നായിട്ടൊന്ന് പിടിക്കണമെങ്കിൽ ഇത് വെള്ളം നന്നായിട്ട് വേണം. എന്നിട്ട് ഇത് അടച്ച് വെച്ച് പതുക്കെ നന്നായിട്ടൊന്ന് വെന്ത് വരണം. നല്ല ഡ്രൈ ആയിട്ട് വരണം കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കണം. ആദ്യം കുറച്ച് നന്നായിട്ട് തീ കൂട്ടി വയ്ക്കുക. അതിന് ശേഷം നമ്മൾ കുറച്ച് ലൈറ്റായിട്ട് ഫ്ലെയിം കൊടുത്തിട്ട് നമ്മളിത് വേവിച്ചെടുക്കുകയാണ്. ഇപ്പോൾ നന്നായിട്ട് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് നമ്മളിത് എടുക്കുന്നത് കേട്ടോ. ഇതിലേക്ക് കുറച്ച് വേപ്പിൻ്റെ ഇലയും അതുപോലെ തന്നെ പുതിനയുടെ ഇലയൊക്കെ ഇട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റിൽ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള പെപ്പർ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഇനിയും പുതിയ വീഡിയോസായിട്ട് അടുത്ത ദിവസം വരാം കേട്ടോ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. താങ്ക്